വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. എവിടെയാണ് നിങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ ബാക്കി വ്ലോഗ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് കാഞ്ചന. സോ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടതിനാൽ പ്ലീസ് കാഞ്ചന സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊച്ചിയിലെത്തി. എനിക്ക് ഫുഡ് പോയ്സണിങ് ഒക്കെ അടിച്ചിട്ട് ഒരാഴ്ച ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം എങ്ങും പോയിട്ടില്ല. അപ്പം ഞാൻ വെച്ചാൽ സാറ്റർഡേ ആണ്, പുറത്തൊന്ന് പോവാം. കുറേ നാളായി എവിടെയെങ്കിലൊക്കെ നടഞ്ഞൊരുങ്ങി പോയിട്ട്, കോളേജിൽ മാത്രമേ പോകുന്നുള്ളൂ, പരീക്ഷ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സോളോ ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോകാം. കുറേ നാളെ ഒരു സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കൊക്കെ ഇരുന്നാലാണൊന്ന് ചാർജ് ആവാൻ പറ്റുക. അപ്പം അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒറ്റയ്ക്ക് ഇരുന്നാലാണ് കുറേ പ്രൊഡക്റ്റീവ് ആവുക, ക്രിയേറ്റീവ് ആവുക എന്നൊക്കെ തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് എ റിമൈൻഡർ. ഗോ ഫോർ എ സോളോ ഡേറ്റ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോവാം. ഇവിടെ നിന്ന് ഞാൻ ബസ്സിൽ പോയി മെട്രോ പോയിന്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ മെട്രോയിൽ പോകും. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഒരു വ്ളോഗ് കൂടെ എടുക്കാം. അതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. എനിക്ക് അന്നത്തെ ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അങ്ങനെ രസമായിട്ട് ഞാൻ ഔട്ട്ഫിറ്റൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ എൻ്റെ നെയിൽ പോളിഷ് ഇട്ടിട്ട്, അതായത് നെയിൽ പോളിഷൊക്കെ പോയി തുടങ്ങി. ഞാൻ എപ്പോഴും എൻ്റെ നെയിൽ പോളിഷ് ഇടാൻ മറക്കാറുണ്ട്. ഒന്നുകിൽ ഞാൻ ഇട്ട് അത് അവിടെയൊക്കെ പോയി ഫുൾ ഇളകാറൊക്കെ ഒരു വൃത്തികെട്ട കോലമാവും. റിമൂവ് ചെയ്തിട്ട് പുതിയ നെയിൽ പോളിഷ് ഇടണം വന്നിട്ട്. എനിക്ക് ഈ ലുക്ക് ഇഷ്ടമായി. എനിക്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ മാലയൊക്കെ ഇടുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്ത നെയിൽ പോളിഷും കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി അങ്ങോട്ടെല്ലാം വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ബിക്കോസ് മോളിലൊക്കെ പോകുമ്പോഴത്തേനും എങ്ങനെ നമ്മൾ അത്ര തിരക്കിൻ്റെ ഇടയിലും ഓൾറെഡി നല്ല നോയ്സ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മൈക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്കതൊരു പ്രാക്ടിക്കൽ സാധനമായിട്ട് തോന്നില്ല. സോ വോയിസ് ഓവർ ആയിട്ടായിരിക്കും ഞാൻ ബാക്കി കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ ബസ്സിൽ പോയത്. എന്നിട്ട് ഞാൻ MG റോഡ് ഇറങ്ങി. MG റോഡിൽ നിന്ന് ഞാനൊരു മെട്രോ എടുത്തു. അങ്ങനെ മെട്രോയിൽ ഞാനിങ്ങനെ പോയിട്ട് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മെട്രോയിൽ പോകാൻ നേരത്തെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഫോൺ അവിടേക്ക് വെച്ചിട്ട് ഞാൻ ചുമ്മാ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത മെട്രോ വന്നത്. അങ്ങനെ ഞാൻ മെട്രോയിൽ കയറി ലുലുവിലെത്തി. അവിടെ വന്നപ്പം ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു അന്നല്ലോ എല്ലാ മനുഷ്യരും മോൾ വരാൻ തീരുമാനിച്ച പോലെയായിരുന്നു. ഓൾറെഡി സാറ്റർഡേ സൺഡേ ലുലു തിരക്കാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പാരഗണിൽ കയറിയിട്ട് ഒരു ലൈം കുടിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ലൈം കുടിച്ചിട്ട് നമുക്ക് മൂവിക്ക് കയറാം. മൂവി കഴിഞ്ഞിട്ട് വിശക്കുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം പോകാൻ നേരത്ത് എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ സൂക്ഷ്മദർശിനി കാണാനാണ് പോയത്. പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഒരു ജോണർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിങ്. നമ്മൾ മറ്റേ ഹിച്ച്കോക്കിൻ്റെ മൂവീസിലേക്ക് കണ്ടിട്ടുള്ള ഒരു സാധനം മലയാളത്തിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ എൻ്റെ ഞാനിങ്ങനെ ചുമ്മാ ക്രോസ് വേർഡിൽ കയറി എനിക്ക് കുറച്ച് ബുക്സൊക്കെ മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാങ്ക് ബാലൻസും കാശും ഒക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വെച്ചാൽ വേണ്ട, നമുക്ക് തൽക്കാലം ഇപ്പോൾ ഉള്ള ബുക്കുകളൊക്കെ വായിച്ച് തീർക്കാം, എന്നിട്ട് ലൈബ്രറിയിൽ നിന്നൊക്കെ വാങ്ങാം. കുറച്ചും കൂടെ ഒക്കെ എവിടെ നിന്നെങ്കിലും കാശ് കിട്ടുമ്പോൾ നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ അവിടെ ഇങ്ങനെ ചുമ്മാ കുറേ ബുക്ക് നോക്കി അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ വായിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. കുറേ പ്ലാനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു 2025 ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ. എന്നിട്ട് ഞാൻ വിശന്നപ്പം പിന്നെ ലുല്ലു വന്നാൽ പാറകളിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഹാഫ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഫുള്ളൊന്നും എന്നെ കൊണ്ട് താങ്ങൂല. അതുകൊണ്ട് ഹാഫൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ വളരെ സന്തോഷമായിട്ട് കഴിച്ചു. അയ്യോ, എത്ര നാളെ ഇറങ്ങി പാരങ്ങളിലെ ബിരിയാണി കഴിച്ചിട്ട്. ഞാൻ ഭയങ്കര ബിരിയാണി ഫാൻ അല്ല, പക്ഷെ എനിക്ക് പാരങ്ങളിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് റേറ്റും ഉണ്ട്. എന്നിട്ട് പിന്നെ മെയിൻ കലാപരിപാടിയായിട്ട് ഫെസൈലിലോട്ട് അങ്ങോട്ട് പോയി. കുറേ ഡ്രസ്സുകൾ ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയും. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡ്രസ്സ് മേടിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒന്നും കണ്ടതുമില്ല, പക്ഷെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മിറർ സെൽഫിയും വീഡിയോസൊക്കെ എടുത്തിട്ട് പതിയെ അവിടെ തെണ്ടി തിരിച്ചിറങ്ങി തിരിച്ചു പോയി. ഞാൻ അപ്പം തന്നെ സമയം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടപ്പള്ളി ടു സൗത്തിൽ ഇറങ്ങിയിട്ട് ഞാനൊരു ഓട്ടോ ഒക്കെ പഠിച്ചിട്ടാണ് തിരിച്ച് റൂമിലെത്തിയത്. സോ ഒരു നല്ല ദിവസമായിരുന്നു. ഭയങ്കര ഒരു പീസ്ഫുൾ, എന്താ പറയുക, ഒരു പീസ്ഫുൾ ഡേ. സോ നിങ്ങളിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ റിമൈൻഡർ. അങ്ങനെ കണക്ക് കൂട്ടിക്കോ. ചുമ്മാ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവാം. ഇൻറ്റൻഷനലായിട്ട് കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്. പക്ഷേ ട്രസ്റ്റ് മീ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല രസമായിരിക്കും. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്നെന്തുകൊണ്ടും ഒരു നല്ല യെസ് അപ്പോൾ ഇന്നെന്തുകൊണ്ടും എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു.
ഞാനൊന്ന് ചാർജ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പുറത്തൊക്കെ പോയി കുറേ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. റോഡിലാണെങ്കിലും ലുലുവിലാണെങ്കിലും ഒക്കെ ഇപ്പം കുറേ തിക്കും തിരക്കും കണ്ടപ്പോഴും, പിന്നെ എൻ്റെ മെയിൻ കലാപരിപാടിയായ ചുമ്മാ ഈ വെസ്റ്റ് സൈഡിലൊക്കെ കയറി ഇറങ്ങി കുറേ ഡ്രസ്സും സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പം എനിക്ക് കുറേ നാളായി ഞാൻ അങ്ങനെയൊക്കെ പോയിട്ട്. അപ്പം ഞാൻ എന്തോ എനിക്കൊരു ചാർജായി. ഓക്കെ, അപ്പം നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കോണ്ടന്റ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ ഇന്ന് നവംബർ 30 ആണ്, നാളെ ഡിസംബർ 1. എൻ്റെ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വീഡിയോസ് ഞാൻ നവംബറിൽ അപ്ലോഡ് ചെയ്യും എന്നായിരുന്നു. പക്ഷേ ഇതും കൂടെ കൂട്ടിയൊരു 4 വീഡിയോസ് അപ്ലോഡ്, ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ലോങ് ഫോം കോണ്ടന്റ് 10 ഇടാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഫെയിലായിരിക്കുന്നു ആ ചലഞ്ച്. എനിക്കൊന്ന് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യണമായിരുന്നു തോന്നുന്നു. എന്തായാലും 10 എന്നുള്ള ചലഞ്ച് വെച്ചതുകൊണ്ടാണ് ഞാനൊരു 4-5 എണ്ണമെങ്കിലും ചെയ്തത്. സോ അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് ഡിസംബറിലും ഇതുപോലെ ഈ ഒരു പേസിൽ തന്നെ വീഡിയോ ഇടണം എന്ന് എനിക്കുണ്ട്. യെസ്, അപ്പം എനിക്കറിയാൻ പറ്റും കുറേ അധികം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയൂ. ബുക്ക് റിവ്യൂസ് ചോദിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ഞാനിങ്ങനെ സ്ലോലി വീണ്ടും പതിയെ വായനയിലോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് ബുക്ക് റിവ്യൂസ് ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ്. ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട് എനിക്ക്. ചായ പിടിച്ചു ഇപ്പോഴൊന്നും ഓക്കെ ആയി, എന്നാലും തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.